ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ ചെറിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും പിന്നെയും സ്വാഗതം. ഞാനപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാൻ കാരണം കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ സ്ക്രോളിങ് 6 മാസത്തേക്ക് നിർത്താണെന്നും പറഞ്ഞ് വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അത് തുടങ്ങി പിന്നെ എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ എല്ലാ ദിവസവും ശരിക്കും ഇൻസ്റ്റയും എൻ്റർടൈൻമെൻറ്റ് മീഡിയ ഒക്കെ യൂസ് ചെയ്യായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നിർത്തി കഴിഞ്ഞപ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു. കുറച്ച് നേരം ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം എടുക്കും, എന്നിട്ട് സ്റ്റോറീസും കാര്യങ്ങളൊക്കെ കാണും. പിന്നെ റീലിൻ്റെ സെക്ഷൻ എടുത്ത് സ്ക്രോൾ ചെയ്യാൻ വരുമ്പോൾ ആലോചിക്കും, അയ്യോ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടുണ്ടല്ലോ, അപ്പോൾ എൻ്റെ മൈൻഡിൽ വരും അപ്പോൾ സ്ക്രോൾ ചെയ്യരുത്. അങ്ങനെ ഞാൻ ഇന്ന് അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് പിന്നെ സ്ക്രോൾ ചെയ്യില്ല. അത് ഏറ്റവും വലിയ ഭാഗ്യമായി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 12 മണിക്കൂർ ഞാൻ ഡെയിലി ആവറേജ് ഒരു 8-9 മണിക്കൂറെങ്കിലും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ശരിക്കും അതൊരു 5 മണിക്കൂർ 4.5 മണിക്കൂറൊക്കെ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് വലിയ ഭാഗ്യമാണ്. പിന്നെ അതുപോലെ ഞാൻ വരും ദിവസങ്ങളിൽ ഇനി അതൊരു 4 മണിക്കൂർ താഴെ ആക്കാൻ ശ്രമിക്കും. പിന്നെ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ സ്ക്രീൻ ടൈം കൂടുന്നതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് പ്ലാനുകൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു മെയിൽ. കാര്യം ഒരു 27-ാം തീയതി ഒക്കെ ആയപ്പോഴാണ് പ്ലാൻ റെഡിയാക്കിയത്. അപ്പോൾ ഇന്ന് 30-ാം തീയതി ആയി. അപ്പോൾ എനിക്ക് അതൊന്ന് സെറ്റാക്കി വരാൻ കുറച്ച് സമയമെടുക്കും. ഞാൻ എന്നെക്കൊണ്ട് പറ്റണത് ഞാൻ 10 കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒരു 7 കൂടുതൽ ഞാനത് തീർക്കും. ഇപ്പോൾ ഇനി 2 ദിവസം കൂടി ഉണ്ട്, അല്ല ഇനി 1 ദിവസം കൂടി ഉള്ളൂ. അപ്പോൾ ആ ദിവസങ്ങളുള്ളിൽ ഇന്നും നാളെ ആയിട്ട് ഞാനത് തീർക്കും ആ കാര്യങ്ങൾ. സ്ക്രോൾ ചെയ്ത് സമയം കളയുന്നതിനും ഭേദം ഞാൻ ബാക്കി ചില സമയത്ത് ഒന്നില്ലെങ്കിൽ ഫ്രണ്ട്സിനെ വിളിക്കും, എന്നിട്ട് എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ ഇപ്പോൾ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് തോന്നുന്നുണ്ട്. കാരണം ഇംഗ്ലീഷിൽ ഞാൻ ജോലി സ്ഥലത്തായാലും ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റുള്ളൂ. ഞാൻ അപ്പോൾ എന്നെ ഫോഴ്സ് ചെയ്ത് ഞാൻ സംസാരിച്ചു തുടങ്ങി മിക്കവരായിട്ടും. അപ്പോൾ ഇപ്പോൾ ഞാനൊരു ഒരു മിനിറ്റൊക്കെ നിർത്താതെ അത്യാവശ്യം അറിയുന്ന പോലെ ഒരു ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ ഗ്രാമറും കാര്യങ്ങളൊന്നും കറക്റ്റ് ആയിരിക്കില്ല, പക്ഷെ ഞാൻ അങ്ങോട്ട് ട്രൈ ചെയ്ത് അത്യാവശ്യം സംസാരിക്കും. ആദ്യം എനിക്ക് നല്ല വിറയലായിരുന്നു, എന്ന് വെച്ചാൽ വാക്ക് കിട്ടാണ്ടായി കഴിയുമ്പോൾ ഗുഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോരും. പക്ഷെ ഇപ്പോൾ കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ മുന്നത്തേക്കാളും എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. പിന്നെ ഞാനിപ്പോൾ ഇനി എന്തൊക്കെ എൻ്റെ മെയിലെ പ്ലാനുകൾ ആയിരുന്നു, ഞാൻ എന്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിച്ചായിരുന്നു ഞാൻ കാണിച്ചുതരാം. അതിലെന്തൊക്കെ ചെയ്തു എന്ന് കാണിച്ചുതരാം. അപ്പോൾ ഇതാണ് മെയിൽ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ. 5 ഇൻ്റർനാഷണൽ കണക്ഷൻ അത് റെഡിയായി, ജോലി സ്ഥലത്തു നിന്ന് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇൻക്രീസ് വെയിറ്റ് ടു 60 kg അത് എനിക്ക് തോന്നുന്നു 59 അത് ജസ്റ്റ് മിസ്, എന്നാലും ഇട്ട് കൊടുത്തേക്കാം. പിന്നെ 10 യൂട്യൂബ് വീഡിയോ, ഇപ്പോൾ 6 യൂട്യൂബ് വീഡിയോ ആയി. അപ്പോൾ ഇന്നും നാളെ ആയിട്ട് 2 വെച്ച് മിക്കവാറും ഇടും. പിന്നെ പോസ്റ്റ് മിനിമം 5 കുക്കിംഗ് വീഡിയോ, ഇപ്പോൾ ഓൾറെഡി 4 ഇട്ടിട്ടുണ്ട്, ഇനിയിപ്പോൾ 1 കൂടി ഇടാനുള്ളൂ. അതും നാളെ ആയിട്ട് ഇടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഗ്രൂമിങ് എവരി വീക്ക് ഉണ്ട്. പിന്നെ ലേൺ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആൻഡ് ലേൺ ന്യൂ 50 വേർഡ്സ്, ഇപ്പോൾ ഒരു 10-20 വേർഡ്സ് പഠിച്ചിട്ടുണ്ട്. ഇന്നും നാളെ ആയിട്ട് അതൊരു ബാക്കി പഠിക്കും. ആ വീഡിയോ ഞാൻ എന്തായാലും നാളെ ഇടുന്നതായിരിക്കും. അങ്ങനെ ആ ഇംഗ്ലീഷ് പഠിക്കുന്നത്. പിന്നെ റീഡ് 1 ഹോൾ ബുക്ക്, ഒരു ഫുൾ ബുക്ക് വായിക്കാൻ പറ്റിയില്ല, അപ്പോൾ എന്തായാലും ഒരു ഹാഫ് ബുക്ക് ഏകദേശം വായിച്ച് കഴിയാറായി. പിന്നെ ഫൈൻഡ് എ ഗുഡ് മെൻറ്റർ, നല്ലൊരു മെൻറ്ററിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ ഇമ്പ്രൂവ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട്. പിന്നെ മുന്നേ ഞാൻ ചെറിയൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട്, അപ്പോൾ അതൊന്ന് പൊടി തട്ടിയെടുക്കാൻ ആയിരുന്നു അടുത്ത പ്ലാൻ. അതും ചെറുതായിട്ടൊന്ന് ഓക്കെ ആക്കി തുടങ്ങിയിട്ടുണ്ട് പയ്യെ. അപ്പോൾ ഇനി പെൻഡിങ് കിടക്കുന്നത് നാളത്തേക്ക് ഇത് റെഡിയാവും, യൂട്യൂബ് വീഡിയോ. പിന്നെ ബ്രിട്ടീഷ് ഇംഗ്ലീഷും ഇതും നാളത്തേക്ക് റെഡിയാവും. അപ്പോൾ ആകെ ഇതിൽ റെഡി ആവാണ്ടിരുന്നത് ഇതും നാളത്തേക്ക് റെഡിയാവും. ആകെ ഇതിൽ റെഡി ആവാണ്ടിരുന്നത് റീഡ് 1 ഹോൾ ബുക്കാണ്. അപ്പോൾ 1 2 3 4 5 6, ഇപ്പോൾ 6 നിലവിൽ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി 7 8 9 നാളത്തേക്ക് ടോട്ടലായിട്ട് സെറ്റാവും. അപ്പോൾ ഏകദേശം ഞാനൊരു 9 കാര്യങ്ങൾ നാളത്തേക്ക് നടത്തും. നാളത്തോടു കൂടി മെയ് അവസാനിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് പുതിയ ഒരു 10 ഡിസിഷൻ എടുത്ത് ഇങ്ങനെ എഴുതി വയ്ക്കും. അതും പരമാവധി നടത്താൻ നോക്കും. അപ്പോൾ നാളെ എന്തായാലും ഒരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ
വരുന്നത് ഞാൻ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്, എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്, പ്രാക്ടീസ് ചെയ്യുന്ന ഇംഗ്ലീഷ്, അതൊക്കെ ആയിരിക്കും. അപ്പോൾ ഇനി നാളെ തന്നെ കാണാം. അപ്പോൾ നാളത്തെ യൂട്യൂബ് വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.